ഇന്നലെ മേഘാലയയിൽ നിന്ന് തിരിച്ച് ഇപ്പോൾ നേരെ സിലിഗുരിക്കാണ്. ഇനി സിലിഗുരിയിൽ നിന്ന് നേരെ ഡാർജിലിംഗ് പോകാനാണ് പ്ലാന്. ഇന്നലെ 12 മണിക്കായിരുന്നു ട്രെയിന്. ഒരു 8 മണിക്കൂർ യാത്ര ഉണ്ട് ഷിലോങ് ടു സിലിഗുരി. അപ്പോൾ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ സിലിഗുരി എത്തുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ ട്രെയിൻ ലേറ്റാണ്, നോക്കി നോക്കാം എപ്പോഴാണ് എത്താമെന്ന്. അപ്പോൾ ഇവിടെ ടീംസ് ദ്വാരക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെസ്റ്റ് ബംഗാൾ എത്താറായി. ഇതിൻ്റെ ഒരു മെയിൻ അടയാളമാണിത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു ബായി ഉണ്ടായിരുന്നു. അപ്പോൾ ബായി പറഞ്ഞ് ഇത് അവരുടെ ഒരു മെയിനായിട്ടുള്ളൊരു പ്രോട്ടീൻ പോലെയാണ് ഇത് കാണുന്നത്. ഇത് ഭക്ഷണത്തിന് ശേഷം കഴിക്കുമ്പോൾ അവർക്കൊരു പവർ കിട്ടുന്ന പോലെയാണ് അവർ പറയണത്. അപ്പോൾ ഞങ്ങൾ വെസ്റ്റ് ബംഗാൾ എത്തി. അപ്പോൾ അവിടെ ഒരു പാർക്ക് ചെയ്തുള്ളൊരു ട്രെയിൻ കണ്ട്. അപ്പോൾ എവിടെയും കാണാൻ പറ്റാത്ത ട്രെയിനാണ് കണ്ടത്. സ്പെഷ്യൽ ട്രെയിനാണ് തോന്നുന്നുണ്ട് ഇവിടുത്തെ. നമുക്കറിയില്ല അതിനെ കുറിച്ചിട്ട്, അറിയുന്നവർ കമൻ്റ് അടിക്കും. അപ്പോൾ ഇന്നത്തെ വെച്ചാൽ മൊത്തം യാത്രയാണ്, സ്ഥലങ്ങളൊന്നും കാണാനില്ല. കാരണം ഡാർജിലിംഗിൽ എത്താൻ തന്നെ ഒരു ദിവസം പിടിക്കും. ഇന്നലെ രാത്രി ഷിലോങ്ങിൽ നിന്ന് സിലിഗുരി കയറി. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു ഉച്ച 12 മണിയാവും. ഇനി സിലിഗുരിയിൽ നിന്ന് ഏകദേശം ഒരു 3-4 മണിക്കൂറുണ്ടാവും ഡാർജിലിംഗിലേക്ക്. അപ്പോൾ എന്തായാലും രാത്രി ഞാൻ ചാൻസ് ഉണ്ട്, ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് എത്തുമെന്ന് വിചാരിക്കണം. അടുത്ത ന്യൂ ജൽപുരി, ന്യൂ ജൽപുരി തട്ടിപ്പറി ടീംസ് ഉണ്ട് അവിടെ. ഇപ്പടിക്കടാ ജൽപുരി മുരി വാടാ വാടാ ബായ്. ഓക്കെ ബ്രോ, സി യു. ബ്രോ ഏകദേശം ഇപ്പോൾ 1 മണിയായി. ഇപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നേരെ അങ്ങ് ഡാർജിലിംഗ് കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് കിടന്നിട്ട് നോക്കണം. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഓട്ടോ വിളിച്ച് ഡൊമിനോസിൽ പോവാണ്. വെട്ടി ഇത് എത്ര എൻ്റെ മറ്റേ 400 പള്ളി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ച് ഇനി ഷെയർ ടാക്സി കിട്ടുന്ന സ്ഥലത്തേക്ക് പോകണം. ഇത് അവിടുന്ന് ഒരു കിലോമീറ്ററിലെന്ന് പറഞ്ഞത്. അവിടുന്ന് ഷെയർ ടാക്സി വെച്ചിട്ട് ഡാർജിലിംഗ് കയറുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഡാർജിലിംഗ് കയറി ഒരു ഷെയർ ടാക്സി കിട്ടി. അപ്പോൾ പെർ ഹെഡ് വരുന്നത് 400 രൂപയാണ് സിലിഗുരി ടു ഡാർജിലിംഗ്. പിന്നെ ഇവിടെ ഒരു ടോയ് ട്രെയിൻ ഉണ്ട്, അത് സിലിഗുരി ടു ഡാർജിലിംഗ് ആണ് വരുന്നത്. പക്ഷെ അത് ഭയങ്കര ബുക്കിംഗ് ആണ്, ഭയങ്കര ഡിമാൻഡുള്ളൊരു ട്രെയിനാണ്. അപ്പോൾ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഷെയർ ടാക്സി ഒരു ടാറ്റാ സുമോയാണ്. ഭയങ്കര കൺജസ്റ്റഡായിട്ടാണ് പോകുന്നത്. ബാക്കിൽ 4 ആളാണ്. അപ്പോൾ അവിടെ നിന്ന് ദുർഗാപൂജ കാരണം ഭയങ്കര തിരക്കാണെന്ന്. അപ്പോൾ ഇവിടുത്തെ ഒരു ഫെസ്റ്റിവലാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നാളെയും തോന്നുന്നു പരിപാടി ഇവിടുത്തെ ഫെസ്റ്റിവൽ. അപ്പോൾ അതിൻ്റെ നല്ല ബ്ലോക്ക് ഉണ്ട് ഇവിടെ. സിലിഗുരി ടു ഡാർജിലിംഗ് ഏകദേശം ഒരു 3 മണിക്കൂർ വരുന്നുണ്ട്. ഏകദേശം ഒരു 90 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ ഭയങ്കര ചൂരം ഉള്ളൊരു വഴിയാണിത്. അപ്പോൾ അതാണ് ഇത്ര ലേറ്റ് ആവുന്നത്. അപ്പോൾ ഇതാണ് ആ ഡാർജിലിംഗ് പോണ വഴി. അപ്പോൾ ഇതൊരു മാർക്കറ്റ് സൈഡാണ്. അപ്പോൾ പോണ വഴിക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഡാർജിലിംഗിൽ എത്തിയിട്ടാണ് ഞാൻ കഴിക്കാൻ. അപ്പോൾ ഒരു 11 മണിയാകുമ്പോൾ എത്തുമെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ നോക്കി നോക്കാം എപ്പോൾ എത്തുമെന്ന്. മീമുള്ളിൻ്റെ വണ്ടി. ഏകദേശം ഞങ്ങൾ ചുരം കയറാനായി. അപ്പോൾ ഡാർജിലിംഗിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോകുന്നുണ്ട്. അപ്പോൾ സൈഡിൽ കൂടെ ഡാർജിലിംഗിൻ്റെ റെയിലും പോകുന്നുണ്ട്, നാരോ റെയില്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ റോഡ് പോകുന്നത്. ഇതെന്തോ ഒരു ആർമി ക്യാമ്പാന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ചെക്കിങ് ഉണ്ടായിരുന്നു ആർമിക്കാരൊക്കെ. അപ്പോൾ അവിടെ നിന്നൊക്കെ വലിയ വിഷയം ഉണ്ടാകുന്നില്ല, വേഗം കിടന്നു.
Go, 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 go. Let's go, let's go. Chat. ഇതിൻ്റെ മേലെ നിന്നാൽ കാണാം നമുക്ക് ഡാർജിലിങ്. അപ്പോൾ അത്ര വിസിബിളാണെന്നറിയില്ല. ഇപ്പോൾ ഡാർജിലിങ്ങിലെത്തി. അപ്പോൾ ഇനിയിപ്പോൾ മോമോസിൻ്റെ ഒരു കടയായിരിക്കും. മോമോസ് ഒരു പ്ലേറ്റിന് 80 രൂപയാണ്. അപ്പോൾ ഒരു പ്ലേറ്റ് കഴിച്ച് കുഴപ്പമില്ല, നല്ല രസമുള്ള മോമോസാണ്. ഒരു ചമ്മന്തിയാണ് കുറച്ച് അട്രാക്റ്റീവ്. അപ്പോൾ ഞങ്ങൾ ഡാർജിലിങ്ങിലെത്തി. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ സ്റ്റേഷൻ, DHR എന്നാണ് ഇതിനൊരു പറയുക. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്.